നിന്നാമത്തിൽ ഞാൻ സോപാനം പാടിടാം. തൃക്കൈയിലൊന്നിൽ കുറുവടിനാഥം, മറുകൈയിലൊന്നിൽ നിന്നമൃതൂറും കലശം. ഈ മനം മന്ത്രിക്കും താളക്കൊഴുപ്പിൽ കൺകണ്ട ദീപമായി ആറാടി വന്നു. പൊഞ്ചിലമ്പേറും സ്വരമാധുര്യത്തിൻ ദിവ്യമാം ശോഭതൻ സാഫല്യമേകി. കർമ്മദോഷത്തിൻ കാലങ്ങൾ നീങ്ങി നിൻ പാദം പുൽകുന്നു എൻ്റെ പ്രണാമം. വാഴുക വാഴുക പൊന്നുണ്ണിമായി, മായാസ്വരൂപനൻ വിഷ്ണുമായി. അമ്മു, ഡേവിഡിന് കിട്ടിയ മിസ്റ്റീരിയസ് ക്രോസിനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? കാർത്തിക, അതൊരു ബെനഡിക്ട് ക്രോസാണ്. അതിന് നല്ല പഴക്കമുണ്ട്. ഒരു വൈദികൻ അല്ലെങ്കിൽ വൈദിക തുല്യമായ ജീവിതം നയിച്ച വ്യക്തിയുടെ ഒരു ക്രോസ് ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ബെനഡിക്ട് ക്രോസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അമ്മു? നമ്മുടെ ഹിന്ദു പുരാണത്തിൽ മഹാസുദർശന ചക്രത്തോളം പവർ ഈ ബെനഡിക്ട് ക്രോസിനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആഭിചാര ദോഷങ്ങളിൽ നിന്നും ഭൂതപ്രേത പിശാചികളിൽ നിന്നും ഈ ബെനഡിക്ട് ക്രോസ് രക്ഷ നൽകുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. സത്യത്തിൽ ഈ ക്രോസ് ഒരു സ്പിരിച്വൽ വെപ്പണാണ്. ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഡേവിഡിന്റെ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഡേവിഡ് ചായൻ്റെ ഹോറോസ്കോപ്പിൽ ശനി വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ചിഹ്ന ലഗ്നത്തിൽ പഞ്ചമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനീശ്വരൻ വക്രഗതിയിലായി. ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ശനിയുടെ ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്നത്തിലെ കേതു മിസ്റ്റീരിയസ് പവർ നൽകുന്നു. 12ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗത്തിൽ നിൽക്കുന്ന ചൊവ്വയും മിസ്റ്റീരിയസ് പവറാണ് സൂചിപ്പിക്കുന്നത്. ഹൈ ലെവൽ ഇൻഡ്യൂഷൻസ് വിത്ത് സ്ട്രോങ് സൈക്കിക് എബിലിറ്റീസ് ഡേവിഡ് ചായന് ഒരു അനുഗ്രഹം തന്നെയാണ്. നെഗറ്റീവ് എനർജി വൈബ്സ് ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആത്മാക്കളുടെ സാന്നിധ്യം ഡേവിഡിന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണോ അമ്മ പറയുന്നത്? അതേ കാർത്തികേട്ട, പക്ഷേ ചില നിയോഗങ്ങളും അദ്ദേഹത്തെ തേടി വരും. അത് ഡേവിഡ് ചായൻ സോൾവ് ചെയ്യേണ്ടിയും വരും. സത്യത്തിൽ അതൊരു വലിയ പ്രതിസന്ധിയല്ലേ അമ്മോ? മനുഷ്യന് മനസ്സമാധാനമല്ലേ വലുത്? ശരിയാണ് കാർത്തികേട്ട, അങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ ചിന്തിച്ചാൽ ലൈഫ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുരാണങ്ങളിൽ പോലും ദൈവിക സങ്കല്പങ്ങൾക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിയോഗങ്ങളിൽ നിന്ന് ആർക്കും വ്യതിചലിക്കാനാവുന്നതല്ല. അമ്മുവിൻ്റെ കോഫി എനിക്ക് വെരി സ്പെഷ്യൽ. അപ്പോൾ അതാണല്ലേ രാവിലെ കോഫി എടുത്തപ്പോൾ ഡേവിഡ് ചായൻ വരുന്ന കാര്യം എന്നോട് പറയാതിരുന്നത്. ரொம்ப ബുദ്ധിശാലി. വരൂ, ഞാൻ കാത്തിരിക്കുവായിരുന്നു. വരൂ മക്കളെ. പവനെവിടെ? ഡാനിയലും ഗ്രേസും വരുന്നറിഞ്ഞ് പവൻ വളരെ സന്തോഷത്തിലാണ്. ഓ ശരി. പവൻ ധാരാ വന്നത് നോക്കൂ.
നമസ്കാരം ഡേവിഡ് ചായ. ഡേവിഡ് വന്നില്ലേ? ഇല്ല, ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടി ഇങ്ങനെ ഇറങ്ങി. ശരി, ഞാൻ കോഫി എടുക്കാം. ശരി. അമ്മുവിന് ഡേവിഡിനോട് എന്തോ പറയാനുണ്ട്. അന്ന് നമ്മുടെ സെമിട്രിയിൽ നിന്ന് കിട്ടിയ ക്രോസിനെ കുറിച്ചാണോ? ആ ക്രോസ് കുറച്ച് മിസ്റ്റീരിയസ് ആണ്. അതിനെക്കുറിച്ചും അമ്മുവിനും ചിലത് പറയാനുണ്ട്. കോഫി എടുക്ക് ഡേവിഡ് ചായ. താങ്ക് യു. ഇതിലും പറയാറുണ്ട് രണ്ടിയുടെ കോഫി വളരെ സ്പെഷ്യലാണ്. താങ്ക് യു. ഡേവിഡ് ചായ, കുഞ്ഞുങ്ങൾക്ക് കോഫി എടുത്തിട്ട് ഞാനിപ്പോ വരാം. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. സെമിട്രിയിൽ നിന്ന് കിട്ടിയ ക്രോസിനെ കുറിച്ചാണോ എനിക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഡേവിഡ് ചായ, നിങ്ങളൊരു കാർമിക് പേഴ്സൺ ആണ്. ഒരു അദൃശ്യ ശക്തിയുമായി യുദ്ധസമാനമായ ജീവിതം നയിച്ച ആളാണ്. അതിന് ഇച്ചായനെ തെരഞ്ഞെടുത്തതിനും ഒരു വ്യക്തമായ കാരണമുണ്ട്. കർമ്മദോഷങ്ങൾ ഓരോ ജന്മത്തിലും നമ്മളെ പിന്തുടരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതാണോ ഹിരണി ഉദ്ദേശിച്ചത്? അങ്ങനെ ആവണമെന്നില്ല. എല്ലാ കാർമിക് പേഴ്സണും കർമ്മദോഷങ്ങൾ ഉണ്ടെന്ന് പറയാൻ കഴിയുകയില്ല. So, even from my past life, you still can't tell whether I was a hero or villain. എക്സാക്ട്ലി. ഒരു കാര്യം ഞാൻ പറയാം. നന്മയുടെ പ്രതീകമായാലും തിന്മയുടെ ഭാഗമായാലും ഡേവിഡ് ചായന്റെ പൂർവ്വജന്മത്തിലെ സ്പിരിച്വൽ വർക്ക് ഇൻകംപ്ലീറ്റ് ആയി. അത് ഈ ജന്മത്തിലും തുടരും, പൂർണ്ണത കൈവരിക്കുന്നത് വരെ. അപ്പോൾ ആ നിഗൂഢ ശക്തി ഈ ലൈഫിലും എന്നെ പിന്തുടരും അല്ലേ? ഇറ്റ്സ് സർട്ടൻലി എ പോസിബിലിറ്റി. ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാകും. സമാധാനിപ്പിക്കാൻ വേണ്ടിയുള്ള വെറും ആശ്വാസവാക്കുകൾ മാത്രമാകും. ഡേവിഡ് ചായൻ അതിലൂടെ കടന്നു പോവുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. So, the real war will begin soon. Sunt maraquelimas, ipse venena vipas. Rum sacra sit mihi lux, non draco sit mihi lux.